ഹലോ ഓ ചേച്ചി ഓ ഞാൻ പറയാം. ഇല്ല ചേച്ചി ഞാൻ ചോദിക്കാം ചേച്ചി. ചോദിക്കാം. ഇല്ല ഇനി ആവർത്തിക്കൂലെന്ന്. ഇല്ല. ഓ ശരി. അണ്ണാ എന്തര് ഇങ്ങോട്ട് വരീ. എന്തടി ചന്ദ്രി? ഞാൻ ഇസാഫിന് അടയ്ക്കാൻ വെച്ചിരുന്ന 2000 രൂപ നിങ്ങൾ എടുത്തോണ്ട് പോയ്യാ? അപ്പു ഞാനൊന്നും എടുത്തില്ല. നിങ്ങൾ എടുത്തില്ലേ? ഇല്ല. നിങ്ങൾ തന്നെ അത് എടുക്കുള്ളൂ. അണ്ണാ നിങ്ങൾ കേക്കണം, ഒരിടത്തും പൈസ വെക്കാൻ പറ്റൂലണ്ണ. അടുക്കളക്കകത്ത് തേയിലപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും. പഞ്ചസാര പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും. മഞ്ഞപ്പൊടി പോണിക്കകത്ത് പൈസ വെച്ചിരുന്നാ ഇങ്ങനെ എടുത്തോണ്ട് പോകും. അണ്ണാ ചന്ദ്രി എന്തരേ? നീ മുളകൊടി പാത്രത്തിൽ പൈസ വെച്ചിരുന്ന് നീ വരുമെന്നും പറഞ്ഞ് ഞാൻ പൈസ എടുത്ത് ഇവിടെ തിരുവി. കിട്ടിയാ? നന്നായിരുന്നു കാണുമല്ല. നല്ല നീറ്റലായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അല്ലെങ്കിലും അങ്ങനെ തന്നെ. ഈ പെണ്ണുങ്ങൾ അരത്തിപ്പുറത്ത് ഇത്തിരിപ്പുരം പൈസ എവിടെന്നെങ്കിലും കൊണ്ടുവയ്ക്കും. ഈ ആണുങ്ങൾ മണപ്പിച്ചത് കണ്ടുപിടിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടാ. നിങ്ങളും നിങ്ങളെ ടീമുകളെല്ലാം കൂടെ ഇന്നലെ തോട്ടന്റെ പറമ്പിൽ ചെന്ന് എന്താ ചെയ്തോണ്ടിരുന്നത്? നമ്മൾ വെറുതെ വർത്തമാനം പറഞ്ഞത്. എന്തൊരു വർത്തമാനം പറഞ്ഞോണ്ടിരുന്നത്? കള്ളം പറയരുത്. 4 ആണുങ്ങൾ കൂടിക്കഴിഞ്ഞ അണ്ണ ഭയങ്കര അലമ്പ്. അളിയാ എവള് പറയണ കേട്ടാ. 4 ആണുങ്ങൾക്ക് പ്രശ്നം ഒന്ന്. 4 പെണ്ണുങ്ങൾ ചേർന്ന് ഒരു കടയിൽ ചെന്ന് ഒരു കവർ പക്കാവട മേടിച്ച അത് ചായയുടെ കൂടെ കുടിക്കാൻ. 4 ആണുങ്ങൾ ചേർന്ന് ഒരു കടയിൽ ചെന്ന് ഒരു കവർ പക്കാവട മേടിച്ചാല അത് ചാരായത്തിന്റെ കൂടെ കുടിക്കാൻ. നിന്റെയൊക്കെ കാഴ്ചപ്പാടിനാണ് പ്രശ്നം, ഞങ്ങൾ ആണുങ്ങൾക്കല്ല പ്രശ്നം. ഞങ്ങളെ കാഴ്ചപ്പാടിന്റെ ഒന്നും നിങ്ങൾ കുറ്റം പറയേണ്ട ഒരു കുഴപ്പമില്ല. ഒരു പെണ്ണുണ്ടല്ലോ അണ്ണ, എന്നൊരാണിനെ കല്യാണം കഴിക്കും അന്നത്തോടെ തീർന്ന അവളുടെ എല്ലാ സന്തോഷവും സമാധാനവും ജീവിതം നശിച്ചു പോകും. എവള് പറയണ കേട്ടാ. എടി നിന്റെയൊക്കെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ആണുങ്ങൾ ജീവിക്കണത്. സംശയമുണ്ടാ? പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. സംശയമുണ്ടാ? തെളിയിച്ചു തരാം. എടി നമ്മളെ ഡക്ലസ് 5 ദിവസം നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കണതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? കയ്യും കാലും അടിച്ച് ഞാൻ ഓടിക്കും. കണ്ടാ ഇറങ്ങി വരണ കണ്ടാ? അതൊക്കെ പോട്ട് നിന്റെ കൂട്ടുകാരി ശ്രീജ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു നോക്ക്. 3 ദിവസം ഞാൻ പണിക്ക് പോകൂല. അവളെ പിറകെ നടക്കും. അവളെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. ഞാൻ കിടക്കുമ്പോഴാങ്ങനും അവൾ എന്റെ അടുത്ത് വന്ന് കിടന്നാൽ പോലും ഞാൻ ഇച്ചിപ്പോന്നും മിണ്ടാതെ ശ്വാസമടക്കി കിടന്നു കൊടുക്കും. അതാണ് ഈ ആണുങ്ങളെ സ്നേഹം. അയ്യോ അത് സ്നേഹമല്ല, ആ അസുഖത്തിന് വേറെ പേര് പറയും. എന്തൊരു പേരടി ചന്ദ്രി? ഞരമ്പ് രോഗം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ ആണുങ്ങൾക്ക് കിട്ടാത്തൊരു സാധനമുണ്ട്. അത് നമ്മൾ പെണ്ണുങ്ങൾക്ക് കിട്ടും. എന്തൊരു സാധനം? വിധവാ പെൻഷൻ. എനിക്ക് കിട്ടും. ഞാനത് വാങ്ങിച്ചെടുക്കട്ടാ? എന്നെ കൊല്ലുവെന്നാ പറയണ? വേണമെങ്കിൽ ഞാൻ കൊല്ലുകയും ചെയ്യും. ചന്ദ്രി എന്നെ കൊന്നാ നീ ജയിലിൽ പോവും. അവിടെയെങ്കിലും പോയിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങല്ല. ഊട്ടിയിൽ ടൂർ പോവെന്നല്ല പറഞ്ഞത്, ജയിലിൽ പോവെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കൂടുതലൊന്നും തർക്കിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ആണുങ്ങൾ തന്നെയാണ് കിടിലം. എന്തൊരു കിടിലം? തെളിയിച്ചു തരാം. ഇനി നമ്മള് മൂക്കും വായും പൊത്തിയൊക്കെ വീട്ടിനകത്ത് കയറുന്ന അസുഖം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞാ പള്ളാവിപ്പോ. അതെന്തൊരു അസുഖം? കൊറോണ. ഈ കൊറോണയും പെണ്ണുങ്ങൾ ഒരുപോലെ. കൊറോണ എന്നാ ആ സാധനവും പെണ്ണുങ്ങൾ ഒരുപോലെയാണ്. അതൊന്നും വേറൊന്നുമല്ല. ആ സാധനം വരാതിരിക്കാൻ നമ്മൾ ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ല, തൊഴുത് കാണിച്ചിട്ട് കാര്യമില്ല, അടിച്ചോടിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? സോപ്പിട്ട് കൈ കഴുകണം. അതുപോലെയാണ് നിങ്ങൾ പെണ്ണുങ്ങളും. നിന്റെയൊക്കെ മുമ്പ് ഒരു കാര്യം നടത്തണമെങ്കിൽ നിന്റെയൊക്കെ ചിരിച്ചിട്ടാ കരഞ്ഞിട്ടാ പിടിച്ചിട്ടാ ഒരു കാര്യമില്ല. സോപ്പിടണം. സോപ്പിട്ടല്ലേ നീയൊക്കെ വഴങ്ങുള്ളു. അതുപോലെ ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം ചോദിക്കട്ടാ. നിങ്ങൾ എന്താണ് ഇന്നലെ രാത്രി രമണി ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് വാതിൽ തട്ടിയത്? ചന്ദ്രി അത് വേറൊന്നുമല്ല. ഞാൻ പണിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പൊ വീട് മറന്നു പോയി. അങ്ങനെ മറന്നു പോയി ചെന്നതാണ്. നിങ്ങൾക്ക് അപ്പൊ വീട് മറന്നുപോയി അല്ലേ? നാളെ അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ എനിക്ക് പകരം ഇവിടെ വേറെ പെണ്ണ് കിടന്നെന്ന് വെച്ചോ. നിങ്ങളപ്പോ എന്നെ മറന്നിട്ട് അവളെ കൂടെ കയറി കിടക്കുമല്ലോ നിങ്ങൾ. ചിലപ്പം കിടന്നിരിക്കും. എന്നാ നിങ്ങളെ കുറ്റി അടിച്ച് ഞാൻ തെറ്റിക്കും. അണ്ണാ നിങ്ങൾ കേൾക്കണം, ഇങ്ങേക്ക് വരെ ഭയങ്കര മറവി. അണ്ണ വീട്ടിനകത്തുനിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തോണ്ട് പോകും കേട്ടാ. എന്നാ തിരിച്ചു വരുമ്പോ ഈ സാധനങ്ങളൊന്നും കാണൂല, എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് വരും. ഈ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ണ. ഈ ആളുകളൊക്കെ നഷ്ടപ്പെട്ട നമ്മൾ എന്തരെയും? ഒരിക്കലുണ്ടല്ല എന്റെ കല്ലൂട്ടാൻകുഴിയിലുള്ള രത്നാപ്പൂപ്പനെ ഇങ്ങേര് കൊണ്ടുവന്ന് കളഞ്ഞണ്ണ. നിങ്ങൾ എന്നെ കൊണ്ട് കളഞ്ഞത്. രത്നാപ്പൂപ്പന്റെ ഭാര്യയുണ്ട് ഭാർഗവി അമ്മുമ്മ. അമ്മുമ്മ മരിച്ചപ്പോ അമ്മുമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചിതാഭസ്മ അങ്ങ് രാമേശ്വരത്ത് കൊണ്ടൊന്ന് ഒഴുക്കണമെന്ന്. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞ് ഞാൻ പോണു മക്കളെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച് പ്രായമായവരല്ലേ അണ്ണ, അപ്പൊ ഒറ്റയ്ക്കൊന്നും വിടണ്ടെന്ന് പറഞ്ഞ് ഈ പടയെ ഞാൻ കൂടെ വിട്ടെണ്ണ. നോക്കുമ്പോ 3-ന്റെ അന്ന് ഇങ്ങേര് അപ്പൂപ്പനെ കൊണ്ട് അവിടെ കളഞ്ഞിട്ട് ആ ചിതാഭസ്മവും കൊണ്ടൊന്ന് ഇവിടെ വന്ന് നിക്കണം. എന്തൊരു പറ്റാൻ? വഴി തെറ്റി ഭയങ്കര വിഷമായിരുന്നേ. അവസാനം വിഷമം തീർക്കാൻ വേണ്ടി എന്തെന്നറിയാമോ? അവിടെ കണ്ട ഒരു ആന്ധ്രാക്കാരിയെ കല്യാണം കഴിച്ച് ഇപ്പൊ തമിഴ്നാട്ടിൽ സുഖമായിട്ട് ജീവിക്കണം അപ്പൂപ്പായി. ചന്ദ്രി നിന്റെ അപ്പൂപ്പന്റെ അസുഖത്തിന് എന്റെ മറവിയെ കൂട്ടുപിടിക്കണ്ട. നിങ്ങളെ ഞാൻ കൂട്ടുപിടിച്ചൊന്നുമല്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മറവി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര മറവി തന്നെയാണ്. ആ മറവി മാറാനല്ലേ
തിന്നണം ഞാൻ നിങ്ങൾക്ക് ചവനപ്രാവശ്യം വാങ്ങിച്ചു തന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ ഞാൻ അത് തിന്നൂലെന്ന്. അത് തിന്നാ നിങ്ങൾക്ക് എന്തൊരു കുഴപ്പം തരും? എടി അതിന് ഭയങ്കര കസർപ്പന്ന്. അപ്പോ കസർപ്പൊന്നുമില്ല, അതിന് നല്ല പഞ്ചസാര പോലുള്ള ഇനിപ്പ് തന്നെ. ഇനിപ്പൊക്കെ ഉണ്ട്, പക്ഷെ തിന്നുമ്പോ വായി കയറി ഒട്ടാണ്. വായി കയറി ഒട്ടണമെങ്കിൽ വെള്ളം കുടിക്കണം. വെള്ളം അടിച്ചോണ്ട് വീട്ടിൽ വന്നാ നീ വീട്ടിൽ കയറ്റൂല. അയ്യ, മറ്റേ വെള്ളം അടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, വെള്ളം കുടിക്കണമെന്നാണ് പറഞ്ഞത്. ഇനി വെള്ളം കുടിച്ചോളാം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മുതല് നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും സാധനം കൊണ്ടുപോണെങ്കിൽ ആ സാധനം കൊണ്ടല്ലാതെ തിരിച്ചു വന്ന മേലിൽ ഞാൻ ഈ വീട്ടിനകത്ത് നിങ്ങളെ കയറ്റൂല. തന്നെ? തന്നെ. സമ്മതിച്ചാ? സമ്മതിച്ച്. വാശിയാണോ? വാശി തന്നെ. അങ്ങനെയാണെങ്കിലേ വീടുൾപ്പെടെ നിന്നെ ഞാനങ്ങ് മറക്കും. അപ്പൊ നിങ്ങളെ മനസ്സിലിരിപ്പ് അതാണല്ലേ എന്നെ? എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഇപ്പോഴും എന്നെ കെട്ടിക്കണമെന്ന് ചോദിച്ചോണ്ട് എന്റെ വീട്ടിൽ ബ്രോക്കർമാര് നിൽക്കുകയാണ്, അറിയാമോ? ബ്രോക്കർമാര് കയറി ഇറങ്ങാൻ നിന്റെ വീട്ടിൽ സർക്കസ് കിടക്കണം. ജോക്കർ അല്ലെന്ന്, ബ്രോക്കർ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ബ്രോക്കറിന് വരാൻ കണ്ട വീട്. എന്താ എന്റെ വീട്ടിന് കുഴപ്പം തരും? ഒരു കുഴപ്പമില്ല. ഞാൻ പറയും, ഇനി നിങ്ങൾ ഈ വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ ചന്ദ്രി പെണ്ണല്ല, നോക്കിക്കോ. അല്ലെങ്കിൽ നാട്ടുകാര് പറയണ് നീ ആണാണെന്നും ഞാൻ പെണ്ണാണെന്നും. ഇനി നീയും കൂടി പറയാനേ ഉള്ളു. അല്ല പറഞ്ഞതന്നെ ഉള്ളു. അണ്ണാ നിങ്ങൾ ഇങ്ങോട്ട് വരി. എനിക്ക് നിങ്ങളടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു തുണ്ട് പേപ്പർ എടുക്കണം. ആ പേപ്പറിനകത്ത് ഇവിടെ നിന്ന് എടുത്ത സാധനങ്ങളെ ലിസ്റ്റ് എഴുതി വെക്കണം. എന്നിട്ട് അത് പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പം ആ തുണ്ടെടുത്ത് നോക്കി ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് അതും കൊണ്ടിഞ്ഞ് വരണം. അപ്പൊ പ്രശ്നം തീർന്നല്ല. സംഭവമൊക്കെ കൊള്ളാം. രാവിലെ ഇറങ്ങിപ്പോണ വീട് പറന്നു പോണ ഞാനാണ് 10ാം ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ നിങ്ങൾ എഴുത്ത് വായനയൊക്കെ മറന്നു? എന്നെ പറഞ്ഞ്. എന്റെ ദൈവമേ, ഇനി ഞാൻ ഇങ്ങനെയും കൊച്ച് എന്താ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ അവിടെ കുണുകുണാ പറഞ്ഞോണ്ടെന്ന് എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോണ ടാറ്റാ. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. സാധനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറ്റൂല. വാടി അവിടെ നിന്ന്. ചന്ദ്രിക ചേച്ചി. ആര്? ചന്ദ്രിക ചേച്ചി. ആ മക്കളെ മനുവാ. ഇത് പിടിച്ചോ, റേഷൻ കാർഡ്. ഇത് കന്നാസ്. ഇത് രണ്ടും നമ്മുടെ സുനി അണ്ണൻ റേഷൻ കടയിൽ വെച്ച് മറന്നിട്ട് പോയ സാധനം. ഇത് പുസ്തകമാണെന്ന് തോന്നുന്നു. ഇത് മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ കിടന്നത്. ഒന്നുകൂടെ ഉണ്ട്. ഇതാ ബസ് സ്റ്റോപ്പിൽ കിടന്നത്. എന്റെ പൊന്നു ദൈവമേ, ഇതേപോലൊരു മറവി ഈ സുനിയണ്ണന്റെ കൂടെ എങ്ങനെ ജീവിക്കുന്നു ചേച്ചി? ഇത് ഞാൻ എന്തറിയാനോടാ, അങ്ങേക്ക് ഇപ്പൊ ഭയങ്കര മറവി. ഇനി ഇമാതിരി സാധനങ്ങൾ ഇനി കൊണ്ടു തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ തരണം. അതെന്തൊരു വർത്താനം മക്കളെ നീ പറയണത്? നിങ്ങളെ പോലുള്ളവരല്ലേ അണ്ണനെ സഹായിക്കുക. അണ്ണൻ ഇത്തിരി മറവിയൊക്കെ ഉണ്ട്. അണ്ണനൊക്കെ പോട്ടെ, എനിക്ക് ചേച്ചിയോടുള്ള താല്പര്യം വെച്ചിട്ട് ഞാനിത് കൊണ്ടുതരുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അണ്ണൻ പോട്ടെ. പറഞ്ഞേട്ടെ ചേച്ചി, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പുറത്തോട്ടൊന്നും ചേച്ചി അണ്ണന്റെ കൂടെ പോവരുത്. എന്ത്? എവിടെങ്കിലും വെച്ച് മറന്നിട്ടെങ്കിൽ പോരും. പിന്നെ നമ്മൾ തന്നെ വേണം വന്ന് പറക്കിക്കൊണ്ട് വരാൻ. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും ദൂരം വന്നേയില്ലേ, കടുപ്പത്തിലൊക്കെ ഒരു ചായ ആവാം. അയ്യോ മക്കളെ, ചേച്ചി പാലിന്റെ പാത്രം വെക്കാൻ മറന്നുപോയി മക്കളെ. അത് സ്വാഭാവികം. അപ്പൊ ഒരു കട്ടൻ ചായ ആവാം. അയ്യോ അതെന്താന്നറിയാമോ? തേയിലപ്പൊടിയും പഞ്ചസാര ഇന്നലെ തീർന്ന്, അത് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പൊ എനിക്കാ തെറ്റിയത്. ഞാൻ വിചാരിച്ചു ചേട്ടനായിരിക്കും മറവിയെന്ന്. ഇത് ചേച്ചിക്കും ഉണ്ട് മറവിയല്ലേ? ചിലപ്പോഴൊക്കെ. ഒന്നും വേണ്ട, സന്തോഷം. ഇനിയും വരാം.